എടാ എന്നാലും നീ എന്ത് പൊട്ടനാടാ? കുറെ നേരമായിട്ട് എന്നെ പൊട്ടെന്ന് വിളിക്കുക കേട്ടോ. ഇനി എന്നെ പൊട്ടെന്ന് വിളിച്ചാലാ ഇതെന്തോ പണി കാണിച്ചു വെച്ചേക്കുന്നേ? എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ചേട്ടാ, ഒന്ന് മാറിക്കേ. എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. എന്തോ പണിയാ ചേട്ടാ കാണിക്കുന്നേ? ചേട്ടാ എന്റെ ലൈഫ് ഇപ്പൊ തീരും ചേട്ടാ, ഒന്ന് മാറ് ചേട്ടാ. എനിക്ക് മെഡിക്കറ്റ് പോലും ഇല്ല, ഒന്ന് മാറ് ചേട്ടാ, ഒന്ന് മാറ് ചേട്ടാ, പ്ലീസ് ചേട്ടാ, ഒന്ന് മാറ്. നേരൊന്നു ചൊല്ലിയാൽ പൊല്ലപ്പായി എന്നും നിനക്കായി എന്നുള്ളിൽ ദീപം കൊള്ളുന്നു. സ്വന്തങ്ങളായി നാം ആനന്ദ ചോലയിൽ നീരാടി കണ്ണിടാതം കാമനോട്ടം, ആ കാമനോട്ടം. ഞാൻ എപ്പോഴും ഈ ഒരു ഗെയിമില് റാങ്ക്ഡ് മാച്ച് മാത്രമേ കളിക്കാറുള്ളൂ. ഈ ഒരു ഫ്രീ ഫയർ എപ്പോൾ കളിക്കാൻ തുടങ്ങിയാലും ഞാനാണെങ്കിൽ CS റാങ്ക്ഡോ അല്ലെങ്കിൽ BR റാങ്ക്ഡോ കളിക്കാറുള്ളൂ. എത്ര നാളായി ഒരു ക്ലാസിക് മാച്ചൊക്കെ കളിച്ചിട്ട്. ക്ലാസിക് മാച്ച് കളിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വലിയ പ്രയോജനമൊന്നുമില്ല. BR ആകുമ്പോൾ നമുക്ക് ലെവലും കൂടും, പിന്നെ ആണെങ്കിൽ റാങ്കും പുഷ് ചെയ്യാം. പിന്നെ ആണെങ്കിൽ ക്ലാസിക് മാച്ച് കളിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ പ്ലേയേഴ്സ് ഒന്നും വരത്തില്ല, എല്ലാം noob പ്ലേയേഴ്സ് ആയിരിക്കും വരുന്നത്. എന്തായാലും ഞാൻ പോയി അടിക്കും. അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് റാങ്ക്ഡ് കളിക്കുന്നതാ. കളിച്ച് കളിച്ച് റാങ്ക്ഡ് മാത്രമായിപ്പോയി. എത്ര നാളായെന്നറിയോ ഈ ക്ലാസിക്കൊക്കെ ഒന്ന് കളിച്ചിട്ട്. എന്തായാലും ഇന്ന് ക്ലാസിക് ഒന്ന് എടുത്തൊന്ന് കളിച്ചാലോ? ക്ലാസിക്ക് സോളോ കളിക്കണോ, സ്ക്വാഡ് കളിക്കണോ, ഡുവോ കളിക്കണോ? ഏതാണെന്ന് കൺഫ്യൂഷൻ ആണല്ലോ. സോളോ എന്തായാലും കളിക്കണ്ട, മടുപ്പായിരിക്കും. അതുമല്ല പെട്ടെന്നാ കളി തീരുന്നേ. സ്ക്വാഡ് കളിക്കണോ, ഡുവോ കളിക്കണോ? സ്ക്വാഡ് വേണ്ടായിരിക്കും അല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വാഡിനകത്ത് ഫുള്ള് ബംഗാളികൾ വന്ന് ചിലപ്പായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൈക്ക് ഓണാക്കി ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഡുവോ കളിച്ചാലോ? അതാകുമ്പോൾ ഏതെങ്കിലും ഒരു ബംഗാളിയല്ലേ വരത്തുള്ളൂ, അവനുമായിട്ട് കമ്പനി അടിച്ച് ചുമ്മാ സംസാരിച്ചങ്ങ് പോവാം. അതായിരിക്കും നല്ലത്. ഡുവോ എടുത്തൊന്ന് കളിച്ച് നോക്കാം. ഡുവോ എടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും സോളോ ആയിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ആരെയും വിളിക്കൊന്നും വേണ്ട, റാൻഡം ആയിട്ട് വരുന്ന പ്ലേയേഴ്സ് ഒക്കെ മതി. സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് ആവോ ഇല്ലയോ വെയിറ്റ് ചെയ്ത് നോക്കാം. A few moments later. കണ്ടപ്പോൾ തന്നെ നീ എന്നുള്ളിൽ കേറും ചോരൻ നീ, ഇഷ്ടത്തിലായി നാം നേരൊന്നു ചൊല്ലിയാൽ പൊല്ലപ്പായി എന്നും നിനക്കായി എന്നുള്ളിൽ ദീപം കൊള്ളുന്നു. സ്വന്തങ്ങളായി നാം ആനന്ദ ചോലയിൽ നീരാടി കണ്ണിടാതം കാമനോട്ടം, ആ കാമനോട്ടം, കണ്ണിടാതം കാമനോട്ടം. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഏതോ ഒരു കഴിവേറിയവനാണല്ലോ വന്നേക്കുന്നേ. അയ്യോ ചേട്ടാ, നിങ്ങൾ മലയാളിയായിരുന്നോ? ഞാൻ ബംഗാളിയാണെന്ന് വിചാരിച്ചാ ഞാനങ്ങ് പാടിയത്. എന്നാലും ചേട്ടൻ എന്തിനാ ചേട്ടാ എന്നെ കഴിവേറിയെന്നൊക്കെ വിളിച്ചേ? അതേതോ തെറി ഏതാണ്ടല്ലേ ചേട്ടാ? അല്ലടാ, നിനക്ക് നല്ല കഴിവുണ്ടെന്ന് പറഞ്ഞാടാ. ഓ അങ്ങനെ. എനിക്ക് വലിയ കഴിവൊന്നുമില്ല ചേട്ടാ, ഇടയ്ക്കൊക്കെ ഓരോ പാട്ടൊക്കെ പാടും, അത്ര തന്നെ. അത് ബംഗാളി ആയതുകൊണ്ട് പിന്നെ അവർക്ക് ഒന്നും മനസ്സിലാവത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അങ്ങ് പാടുന്ന. മലയാളി ആയിരുന്നെങ്കിൽ ഞാൻ പാടത്തില്ലായിരുന്നു. അയ്യോ ചേട്ടൻ ആ കില്ലെടുത്തോണ്ട് പോയോ? ഞാൻ പകുതി ഡാമേജ് കൊടുത്തായിരുന്നല്ലോ. എന്തോ പണിയാ ചേട്ടാ കാണിച്ചേ? എന്നാലും ചേട്ടയിലാണെങ്കിൽ കൊറേ ഇമോട്ടൊക്കെ ഉണ്ടല്ലോ ചേട്ടാ. ചേട്ടൻ എന്തിനാ ചേട്ടാ എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ ഇമോട്ടൊക്കെ അടിക്കുന്നേ? എടാ അത് പിന്നെ എന്റെ ഇമോട്ടൊക്കെ നീ ഒന്ന് കാണടാ, അതിനു വേണ്ടിയിട്ടാ ഇമോട്ട് അടിക്കുന്നേ. ഒന്ന് പോയേ ചേട്ടാ, ഇതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാ. നിങ്ങളിത് ഷോ കാണിക്കുന്നതല്ലേ, എന്റെ മുന്നിൽ വന്നിട്ട് ഷോ കാണിക്കുമല്ലേ? ഇതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാണേ. എന്നെ പഠിപ്പിക്കാൻ വരല്ലേ കേട്ടോ. ചേട്ടൻ എവിടോട്ടായി പോകുന്നേ? ടയറയിലൊക്കെ ചവിട്ടി മണ്ടയ്ക്ക് കേറിയല്ലോ. ഞാനും വരുന്നു, ഞാനും കേറുവാ മണ്ടയ്ക്ക്. എടാ നീ അവിടെ നിന്ന് അങ്ങ് ചാടിക്കേ, നിനക്ക് പറക്കാൻ പറ്റും. പറക്കാൻ പറ്റുവോ? എന്നിട്ട് പറഞ്ഞില്ലല്ലോ. ഞാൻ നോക്കായല്ലോ ചേട്ടാ, എന്നെ റിവൈവ് ചെയ്യ് ചേട്ടാ. എന്തോടാ റിവൈവ് ചെയ്യാനോ? നിന്നെയോ? അതെ, എന്നെ തന്നെ റിവൈവ് ചെയ്യാനാ പറഞ്ഞേ. മര്യാദക്ക് റിവൈവ് ചെയ്തോ. റിവൈവ് ചെയ്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യോടാ? എന്ത് ചെയ്യും നീ? ഞാൻ റിവൈവ് ചെയ്യത്തില്ല, നോക്കിക്കോ. ഞാൻ റിവൈവ് ചെയ്യത്തില്ല. നീ എന്ത് ചെയ്യും? ഒന്ന് കാണണമല്ലോ. റിവൈവ് ചെയ്തില്ലെങ്കിലേ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും കേട്ടോ. അത് വേണ്ടെങ്കിൽ പെട്ടെന്ന് റിവൈവ് ചെയ്തോ. പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാനോ? നീ എന്ത് പൊട്ടനാടാ നൂബേ നീ? എന്നെ പെട്ടിയാക്കിയല്ലോ. ചേട്ടൻ എന്ത് പരിപാടിയാ ചേട്ടാ കാണിക്കുന്നത്? എന്നെ റിവൈവ് ചെയ്യ് പെട്ടെന്ന്. മറ്റേ ടോക്കൺ വെച്ച് റിവൈവ് ചെയ്യാവോ? ഞാൻ റിവൈവ് ചെയ്യാം. അപ്പൊ പേടിയുണ്ടല്ലേ? അങ്ങനെ വഴിക്ക് വാ ചേട്ടാ. എനിക്ക് ജീവൻ കുറവാ, കുറച്ച് ജീവൻ കയറ്റുന്ന സാധനം തരുവോ? എടാ മെഡിക്കറ്റ് ആണോ ഉദ്ദേശിച്ചേ? ദേ കിടക്കുന്നു, അതെടുത്തോ. ചേട്ടാ ചേട്ടൻ എന്ത് പറ്റി? നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയോ? ഒന്ന് പോയേടാ. എടാ നിനക്കൊരു കാര്യം അറിയുവോ?
എടാ ഇതിന്റെ അകത്ത് കയറിയാ നമ്മുടെ ലൈഫ് ഒന്നും പോകില്ലടാ. നീ ഇങ്ങോട്ട് വന്നേ, ഞാൻ കാണിച്ചു തരാം. ആ ഞാൻ ദേ വന്നു. ചേട്ടാ ലൈഫ് പോകുന്നുണ്ടല്ലോ. ചേട്ടനല്ലേ പറഞ്ഞു ഇതിന്റെ അകത്ത് കയറിയാ ലൈഫ് പോകില്ലെന്ന്. എന്നിട്ട് എന്റെ ലൈഫ് എല്ലാം പോകുവാണല്ലോ. എടാ എന്നാലും നീ എന്ത് പൊട്ടനാടാ. കുറെ നേരമായിട്ട് എന്നെ പൊട്ടെന്ന് വിളിക്കുക കേട്ടോ. ഇനി എന്നെ പൊട്ടെന്ന് വിളിച്ചാലാ ഇതെന്തോ പണി കാണിച്ചു വെച്ചേക്കുന്നേ? എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ചേട്ടാ ഒന്ന് മാറിക്കേ. എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. എന്തോ പണിയാ ചേട്ടാ കാണിക്കുന്നേ? എന്തുവാടാ നൂബേ, നീ കലിപ്പാണോ? ഇപ്പൊ തന്നെ ഞാൻ മാറാം, ഒന്ന് പോയാടാ. ചേട്ടാ എന്റെ ലൈഫ് ഇപ്പൊ തീരും ചേട്ടാ. ഒന്ന് മാറ് ചേട്ടാ. എനിക്ക് മെഡിക്കറ്റ് പോലും ഇല്ല. ഒന്ന് മാറ് ചേട്ടാ. ഒന്ന് മാറ് ചേട്ടാ. പ്ലീസ് ചേട്ടാ ഒന്ന് മാറ് ചേട്ടാ. ഞാനിപ്പോ പെട്ടിയാവും ചേട്ടാ. ഒന്ന് മാറാവോ ചേട്ടാ? പ്ലീസ് ചേട്ടാ ഒന്ന് മാറ് ചേട്ടാ. ഇപ്പൊ പെട്ടിയാവും. കുറച്ച് ലൈഫ് കൂടെ ഉള്ളു ചേട്ടാ. ഞാൻ നോക്കായി ചേട്ടാ. എന്നെ ഒന്ന് റിവൈവെങ്കിലും ചെയ്യുമോ ചേട്ടാ? എന്നെ റിവൈവ് ചേട്ടാ. പ്ലീസ് ചേട്ടാ എന്നെ റിവൈവ്. പെട്ടെന്ന് റിവൈവ് ചെയ്തിട്ട് എനിക്ക് ലൈഫ് അടിക്കാനുള്ളതാ. റിവൈവ് ചെയ്യുവോ ചേട്ടാ? ചേട്ടോ റിവൈവ് ചേട്ടാ. ഒന്ന് പെട്ടെന്നൊന്ന് റിവൈവ് ചേട്ടാ. എന്തിനാ ചേട്ടാ ഇങ്ങനെ ഇമോട്ട് അടിക്കുന്നേ? ചേട്ടാ ഞാൻ പെട്ടിയായി ചേട്ടാ. എന്തോ സ്വഭാവാ ചേട്ടാ ചേട്ടന്റെ. ചേട്ടാ ചേട്ടൻ എന്നെ ടോക്കൺ വെച്ചെങ്കിലും ഒന്ന് റിവൈവ് ചെയ്ത് വിടുവോ? ഒന്ന് പോടാ അവിടുന്ന്. മനുഷ്യനവിടെ മെഡിക്കറ്റ് പോലും ഇല്ലാതിരിക്കുമ്പോഴാ അവന്റെ റിവൈവ്. നിനക്ക് അങ്ങനെ തന്നെ വേണോടാ. നിനക്ക് മെഡിക്കറ്റ് നിന്നോട് ഞാൻ റിവൈവ് ചെയ്യാൻ പറഞ്ഞപ്പോ നീ റിവൈവ് ചെയ്തോ? അപ്പൊ ഞാൻ മെഡിക്കറ്റ് എടുത്തില്ലായിരുന്നോ? നിനക്ക് അങ്ങനെ തന്നെ വേണോടാ. നീ ചത്തുപോയടാ. A few moments later. കഴിഞ്ഞ കളിയിലാണെങ്കിൽ ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ, മലയാളി. അവനാണെങ്കിൽ വൻ കോമഡി ആയിരുന്നു, രസമായിരുന്നു. അവനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? അവൻ ഇവിടെങ്ങാണ്ടുണ്ടെന്നാ തോന്നേ. ദേ കിടക്കുന്നു. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. വിളിച്ചിട്ടുണ്ട്, വരുമോ നോക്കട്ടെ. എടാ 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 നീ കാരണമല്ലേടാ കഴിഞ്ഞ കളി എനിക്ക് ജയിക്കാൻ പറ്റാഞ്ഞേ. നീ ഒറ്റ ഒരുത്തൻ കാരണം അറിയാവോ? എടാ നീ മലയാളിയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ലേ. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും കേട്ടോ. അവൻ പെണ്ണുങ്ങളുടെ കളർ ഉടുപ്പിട്ടോണ്ട് വന്നേക്കുവാ. എടാ നീ എന്ത് പൊട്ടത്തരമായി പറയുന്നേ? എടാ ഞാൻ വെറുതെ തമാശ കളിച്ചതല്ലേ, നീ അത് വിട്ടില്ലേ? പിന്നെ 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 മനുഷ്യനെ കൊന്നിട്ടല്ലേ അവന്റെ തമാശ. ഒന്ന് പോയാടാ അവിടുന്ന്. അവൻ വന്നേക്കുവാ. നീയൊക്കെ കാരണമാടാ എനിക്ക് നല്ലതായിട്ട് കളിക്കാൻ പറ്റാതെ. അത് എനിക്കറിയോ? എത്ര കളിയാ ഞാൻ പൊട്ടി പോകുന്നതെന്നറിയോ? ഇതുവരെ എനിക്ക് ബുയ കിട്ടിയില്ല. നീ അത് ഓർക്കണം. എടാ എന്റെ കൂടെ ഒരു കളിയും കൂടെ വാ, ഞാൻ നിനക്ക് ബുയ അടിപ്പിച്ചു തരാം. അയ്യോ വേണ്ടായേ. ഒന്ന് പോയാടാ നൂബേ. നിന്റെ കൂടെ ഒന്നും ഒരിക്കലും ഞാൻ ഇനി കളിക്കത്തില്ല. അല്ലേലും നിന്നെയൊക്കെ ഫ്രണ്ട് ആക്കണമെന്ന് വിചാരിച്ചതാ. ഇനി ഒരിക്കലും നിന്നെ ഫ്രണ്ട് ആക്കത്തില്ലടാ. നീ പോടാ അവിടുന്ന്. ഞാൻ ഒറ്റയ്ക്ക് കളിച്ചോളാം. നീ പൊക്കോ. എനിക്ക് നീ ആരും വേണ്ട. നീ പോടാ.